മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കള്ളന് കഞ്ഞി വെച്ചവരെ സംരക്ഷിക്കുന്നുവെന്നാണ് PV അൻവർ പറയുന്നത്. അജിത് കുമാറിനെതിരെയുള്ള കാര്യങ്ങൾ ശശിയോട് പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പി ശശി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണെന്നും അൻവർ ആരോപിക്കുന്നു. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശി എന്നല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ. പക്ഷെ ഒന്ന് ആലോചിക്കുക, അന്നത്തെ ദിവസം മുഖ്യമന്ത്രി രാവിലെ 9 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു. ഈ പറഞ്ഞത് ശരിയല്ല, അവിടെ അക്രമം കാണിക്കാൻ വന്നതാണ്. 7600 ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട്. ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവരാണ് അതിന് കാരണക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല, മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നല്ലേ? അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവരെ കളവ് കേസിൽ പ്രതിയാക്കിയ എഫ്ഐആർ ആണോ എന്ന മാഷ് ആണോ? അപ്പൊ ഈ പോലീസ് എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ പോലീസാവുന്നത്? നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ്. ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല. ആണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. അത് തന്നെയാണ് എന്റെ പ്രശ്നം. ഇങ്ങനെയായിരുന്നു ആരോപണം മുന്നിലേക്ക് വന്നത്. കോഴിക്കോട് നിന്നും CK വിജയനാണ് ചേർന്നത്. CK, നമ്മൾ കേട്ടോ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. പി ശശി കള്ളന് കഞ്ഞി വെച്ചവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവരാരൊക്കെയാണ്? അജിത് കുമാറും സംഘത്തിനെയും സംരക്ഷിക്കുന്നത് പി ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയാണ് ഭരണപക്ഷത്തുള്ള MLA സംസാരിക്കുന്നത്. തീർച്ചയായും അതെ. കാരണം PV അൻവർ നടത്തിയ ഈ വെളിപ്പെടുത്തലുകളിൽ കുറേയൊക്കെ അതിശയോക്തിയും കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതീവ ഗുരുതരമായ കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. PV അൻവറിനെ പോലെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ പിറകിലുള്ള ശക്തി എന്താണ് എന്ന ചോദ്യം വളരെ സ്വാഭാവികമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ആരോപണം കേൾക്കുമ്പോൾ അത് വഴിവിട്ട രീതിയിൽ സംസാരിക്കുകയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ ചെയ്ത ഒരാളല്ല. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അങ്ങേയറ്റത്തെ അടുപ്പവും ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം നമുക്കറിയാം, ഏതാണ്ട് 1 മാസം മുൻപ് തന്നെ അൻവറിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ആ അൻവറിനെ പൊതുവേദിയിൽ, അതായത് വാർത്താ സമ്മേളനത്തിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ പി ശശിക്കെതിരെയാണ് ഈ PV അൻവറിൻ്റെ ആരോപണത്തിൻ്റെ മുനകൾ എല്ലാം തന്നെ വന്ന് തറിച്ചു നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായും പി ശശിക്ക് എതിരെയല്ല, അത് മുഖ്യമന്ത്രിക്ക് കൂടി എതിരായ ആരോപണങ്ങളാണ്. കാരണം പി ശശി മന്ത്രിയല്ല, മുഖ്യമന്ത്രി എന്നുള്ളത് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ളത് പിണറായി വിജയനാണ്. അത് ഈ ആരോപണത്തിൻ്റെ ശക്തി മുഴുവൻ അല്ലെങ്കിൽ മുന മുഴുവൻ വന്ന് തറിക്കുന്നത് പരോക്ഷമായെങ്കിലും മുഖ്യമന്ത്രിയിലാണ്. അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ മാത്രം കരുത്ത് PV അൻവറിന് എവിടെ നിന്ന് കിട്ടി? അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് നിന്ന് ആരുടെയെങ്കിലും പിന്തുണ അൻവറിനുണ്ടാകും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയല്ലാതെ ഈ രീതിയിൽ അൻവർ നേരെ വന്ന് ഇത്രയും തെളിവുകൾ നിരത്തുകയും പി ശശിക്കെതിരെ ഇത്രയും കടുപ്പപ്പെട്ട ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യില്ല. കാരണം ഇത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അൻവർ പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പി ശശിയെ കണ്ടിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ആളല്ല പി ശശി, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ല പി ശശി, നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് പി ശശിയും കഴിക്കുന്നത് എന്നിങ്ങനെ അദ്ദേഹം വളരെ വിസ്തരിച്ച് ഈ വിവരങ്ങളെല്ലാം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CPM-ൻ്റെ അകത്തുള്ള ഒരു ഇക്വേഷൻ മാറുന്നുണ്ടോ? അല്ലെങ്കിൽ അൻവറിന് CPM-ൻ്റെ അകത്ത് നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ടോ? CPM-ൻ്റെ അകത്ത് ഇത്തരത്തിലൊരു ശുദ്ധീകരണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അൻവറിനെ മുന്നിൽ നിർത്തി ഇതിൻ്റെ പിറകിൽ ഉണ്ടോ എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വാഭാവികമായും അത് ആ രീതിയിലുള്ള രാഷ്ട്രീയപരമായ ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്.